ശരി, അങ്ങോട്ട് കണക്ട് ചെയ്തപ്പോൾ ഈ പെൺകുട്ടി വിവാഹിതയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ രാഹുലിന് പിന്മാറാമായിരുന്നുവല്ലോ, അത്ര ശുദ്ധനായിരുന്നുവെങ്കിൽ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു മാധ്യമ പ്രവർത്തകൻ പറഞ്ഞ വാക്കാണ് നിങ്ങൾ ഈ കേട്ടത്. അദ്ദേഹം പറയുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ അത്രയ്ക്കും ശുദ്ധനായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാമായിരുന്നു എന്ന്. ഇദ്ദേഹത്തോട് സ്നേഹത്തോടെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. തനിക്ക് ഒരു ഭർത്താവ് ഉണ്ടെന്നും താൻ മറ്റൊരു പുരുഷന്റെ ഭാര്യയാണെന്നും സ്വയം അറിയാവുന്നതുമായ ഒരു പെൺകുട്ടി അവർ അത്രയ്ക്ക് പരിശുദ്ധയായപ്പെട്ട ഒരു സ്ത്രീ ആണെങ്കിൽ അവർക്ക് ഒഴിഞ്ഞു മാറാമായിരുന്നില്ലേ സർ? എന്തുകൊണ്ട് അവരത് ചെയ്തില്ല? തനിക്കൊരു ഭർത്താവ് ഉണ്ട് എന്ന് ബോധ്യമുണ്ടായിട്ടും തന്റെ ശാരീരിക സുഖത്തിന് വേണ്ടി മറ്റൊരു പുരുഷനെ വശീകരിച്ച് രണ്ടുപേരുടെയും സമ്മതത്തോടെയും സഹകരണത്തോടെയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് എങ്ങനെയാണ് സാർ റേപ്പാകുന്നത്? അതോ നിങ്ങളെപ്പോലെയുള്ള മാധ്യമ പ്രവർത്തകരുടെ കാഴ്ചപ്പാടിൽ രണ്ടുപേരും സമ്മതത്തോടുകൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അതാണോ റേപ്പ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതൊന്നുമല്ല പ്രശ്നം. പരാതിക്കാരി ഒരു പെണ്ണാണ്. പരാതിക്കാരി എത്ര മോശപ്പെട്ട ആരായാലും അവര് പെണ്ണാണെങ്കിൽ അവർക്ക് എല്ലാവിധ സപ്പോർട്ടും പിന്തുണയുമായി ഞങ്ങൾ മുൻനിരയിലുണ്ടാവും എന്ന ഭാവത്തോടെ ആ പെണ്ണിന്റെ പ്രീതി കിട്ടാൻ വേണ്ടി അവർക്ക് വേണ്ടി വാക്പോര് നടത്തുന്ന ഇതുപോലുള്ള ആളുകളാണ് നമ്മുടെ നാടിന്റെയും ആണിന്റെയും ശാപം എന്ന് പറയുന്നത്. രാവിലെ എണീറ്റ് ഷൂസും കോട്ടും ധരിച്ച് മുഖത്ത് കുറച്ച് ക്രീമും വാരി വിതറി മാധ്യമധർമ്മത്തിന്റെ പേരിൽ ഇവിടെ വന്നിരുന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ അതെല്ലാം കേരളത്തിലെ ജനസമൂഹം വിശ്വസിക്കും എന്ന് കരുതിപ്പോയെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി സർ. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹം ശിക്ഷ അനുഭവിക്കാൻ അർഹനാണ്. ഒരു പെൺകുട്ടിയുടെ അനുവാദമില്ലാതെ ആ പെൺകുട്ടിയുടെ ദേഹത്ത് തൊട്ടാൽ കൃത്യമായി കിട്ടേണ്ടതിൽ പരമാവധി ശിക്ഷ അദ്ദേഹത്തിന് കിട്ടണം എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. പക്ഷേ ഇവിടെ തെറ്റുകാരൻ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല, രണ്ടുപേരുടെയും സമ്മതത്തോടു കൂടിയാണ് അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതും സൗഹൃദം സ്ഥാപിച്ചതും. ഒരാണും പെണ്ണും അവരുടെ പരസ്പര സമ്മതത്തോടു കൂടി തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അത് ദിവസങ്ങൾ പിന്നീട് മാസങ്ങൾ പിന്നീട് വർഷങ്ങളായി കഴിയുമ്പോൾ ആ പെണ്ണിന് കിട്ടേണ്ടത് കിട്ടാതെ വരുമ്പോൾ ആ ആണിനെതിരെ എന്നെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞൊരു പരാതി കൊടുക്കുമ്പോൾ അത് അപ്പടി വിഴുങ്ങി ആ ആണിനെതിരെ കേസെടുത്ത് ആ ആണിനെ സോഷ്യൽ മീഡിയകളിൽ കൊണ്ടുവന്ന് പൊതുദർശനത്തിന് വെക്കുകയും ആ പെണ്ണിനെ ഹൈഡാക്കി വെക്കുകയും ചെയ്യുന്നത് എന്ത് നീതിയാണ് സർ? രണ്ടുപേരും തെറ്റ് ചെയ്താൽ രണ്ടുപേരും പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് തുറന്നു കാണിക്കണം. ഇല്ലെങ്കിൽ രണ്ടുപേരും കാണിക്കാൻ നിൽക്കരുത്. ഇത് പെണ്ണിന് മാത്രമല്ല ഭാവിയുള്ളത്, പെണ്ണിന് മാത്രമല്ല കുടുംബമുള്ളത്, പെണ്ണിന് മാത്രമല്ല കുടുംബക്കാരുള്ളത്. ഒരാണിനും ഭാവിയുണ്ട്, അവനുമുണ്ട് കുടുംബവും ബന്ധുമിത്രാദികളും ഒക്കെ. ഈ ലോകത്തിന്റെ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ, അതിലുപരി നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും വലിയ വിഷം എന്ന് പറയുന്നത് ഇവരെ പോലുള്ള മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരുമാണ്. അത് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വളരെ വലിയ ആപത്തായിരിക്കും നമുക്ക് വരാനിരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തെക്കുറിച്ച് നമ്മുടെ രാഹുൽ ഈശ്വർ കൃത്യമായി പറയുന്ന ഈ കാര്യം കൂടി നിങ്ങളൊന്ന് കേട്ടു നോക്ക്. എനിക്കൊരു 30 സെക്കൻഡ് തന്നാൽ മതി, സാധാരണക്കാരെ കേൾക്കാനാണ്. ഒന്ന്, ഈ പെൺകുട്ടി മാരീഡ് ആയിരുന്നു എന്ന കാര്യത്തിൽ ഇന്ന് ആർക്കും തർക്കമില്ല. ഈ പെൺകുട്ടി 2024 കല്യാണം കഴിച്ച ഒരു കുട്ടിയാണ്. ആ കല്യാണം കഴിച്ച കുട്ടി ഹസ്ബൻഡുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിലിനെ അങ്ങോട്ട് ഫേസ്ബുക്കിലൂടെ ബന്ധപ്പെടുന്നു, ഒരു സൗഹൃദം സ്ഥാപിക്കുന്നു. അതിനുശേഷം തന്റെ കല്യാണത്തിലെ കാര്യങ്ങൾ പറയുന്നു. തീർച്ചയായിട്ടും ഇതിനിടയ്ക്ക് അറിഞ്ഞു കാണും. അതിനുശേഷം അവർ തമ്മിൽ ശാരീരിക ബന്ധം ഉണ്ടാകുന്നു. അങ്ങനെ മറ്റൊരാളുടെ ഭാര്യയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ബന്ധപ്പെട്ട തെറ്റാണെങ്കിൽ ആ തെറ്റ് ഈ പെൺകുട്ടിക്കും ബാധകമല്ലേ സാർ? മറ്റൊരാളുടെ ഭാര്യയാണെന്ന് ഈ പെൺകുട്ടിക്ക് തിരിച്ചറിയില്ലായിരുന്നോ? ഇപ്പോഴാ പെൺകുട്ടി പറയുന്നത് പ്ലാൻ ചെയ്ത് കുട്ടി ഉണ്ടാക്കാൻ തീരുമാനിച്ചതിന് ശേഷം, മാർച്ചിൽ പ്ലാൻ ചെയ്ത് നമുക്ക് ബന്ധത്തിൽ ഏർപ്പെടാം, പിൽസ് വേണ്ട എന്നൊക്കെ തീരുമാനിച്ചതിന് ശേഷം ഈ പെൺകുട്ടിയെ മാർച്ചിൽ റേപ്പ് ചെയ്തു. ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ?